എനിക്ക് ജോലിക്ക് പോകാനുള്ള സമയമായി. അങ്ങനെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ എന്റെ എംപ്ലോയറുടെ ലാസ്റ്റ് മെസ്സേജ് ആയിരുന്നു 3 ഡേയ്സിനുള്ളിൽ നിങ്ങൾ ഇത് അപ്ഡേറ്റ് ചെയ്യണം, ഇല്ലെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും നടപടിയിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ ജോബിന്റെ കാര്യത്തിൽ എനിക്ക് സെക്യൂരിറ്റി പറയാൻ പറ്റില്ല, അത് തരാൻ പറ്റില്ല എന്നുള്ളത്. എനിക്കപ്പോ പിന്നെയും ടെൻഷൻ ഇങ്ങനെ കൂടി ഇങ്ങനെ വന്ന്. അപ്പൊ ഞാൻ വീട്ടില് മെസ്സേജ് അയച്ചു. ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആയിരുന്നു എനിക്ക് കിട്ടിയത്. അവര് പോയി എനിക്ക് മെസ്സേജ് തന്നിരുന്നു. അതെന്താ നോക്കട്ടെ. രണ്ട് ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഒല്ലൂരും തൃശ്ശൂരും. അപ്പൊ അവര് തൃശ്ശൂര് എത്തിയിട്ടുണ്ട്, അത് ഒല്ലൂർക്ക് അവര് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഒല്ലൂരത്തെ സാറിനെ വിളിച്ചു. അപ്പൊ ആള് നോക്കിയിട്ട് പറയാന്ന് പറഞ്ഞിട്ട് ഫയൽ നമ്പർ നീ അയച്ചു തന്നത് അങ്ങനെ ഞാൻ അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആള് എന്തോ തിരക്കിലാണ്, ഞാൻ അത് വിളിക്കാന്ന് പറഞ്ഞിട്ട് വെച്ചു കേട്ടോ. അപ്പൊ അത്ര വരെ എത്തിയ കാര്യങ്ങള്. ഇനിയിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞോട്ട് അവര് അവിടുന്ന് നേരിട്ട് അയക്കായിരിക്കും അങ്ങോട്ട്. അപ്പൊ ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയപ്പോൾ നമുക്ക് കൺഫേം ആയി, ഓക്കെ അവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ കുറച്ചും കൂടെ അവരുടെ അടുത്ത് പറഞ്ഞു, ഓക്കെ ഹോളിഡേ കഴിഞ്ഞിട്ട് ഒന്ന് പോയി അന്വേഷിക്കണം, നമ്മളത് പ്രഷർ ചെയ്യാണ്ട് അവരൊന്നും ചിലപ്പോൾ ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം ഇത്രയും ആൾക്കാർ ഒറ്റ സ്വരത്തിൽ പറയല്ലേ കിട്ടാൻ ചാൻസ് ഇല്ല, കിട്ടാൻ ചാൻസ് ഇല്ല. അപ്പൊ എനിക്കും ഒരു സംശയമായി. ഞാൻ എന്നെ തന്നെ കുറച്ചു നേരം സംശയിച്ചു, വിചാരിച്ചു ലാഗ് ആവുമായിരിക്കും എന്നിങ്ങനെ എക്സ്പെക്ട് ചെയ്ത് ഇങ്ങനെ നിൽക്കുവാണ്. ഇതിന്റെ ഇടയിൽ ഞാൻ ഇതിന്റെ ഇതാണ് എന്നുള്ളത് പറഞ്ഞിട്ട് ഒരു ഫോളോ മെസ്സേജും ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഞാൻ എൻ്റെ എംപ്ലോയർ ആയിട്ട് ഇവിടെ ഉണ്ടായിരുന്നു മെയിൽ വഴി. സോ മാക്സിമം എംപ്ലോയറും എന്നെ ഹെൽപ്പ് ചെയ്തു. എന്നിട്ട് നമുക്ക് കോണ്ടാക്ട് നമ്പർ തന്നതുകൊണ്ട് ഞാൻ അവരുടെ അടുത്ത് ഇവിടുത്തെ മെയിൽ വരുമ്പോഴും അവിടെ നിന്ന് എന്തെങ്കിലും വരുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ എൻ്റെ എംപ്ലോയർ അയച്ച മെയിൽ ഞാൻ സാറിന് മെസ്സേജ് ചെയ്തു, അവരെ വിളിച്ചറിയിച്ചു. അപ്പൊ എനിക്ക് വന്ന റെസ്പോൺസ് എന്ന് പറയുന്നത്, കമ്മീഷൻ ഓഫീസിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചപ്പോ അവര് പറഞ്ഞത് സാധനം അവിടെ ഇന്ന് അല്ലെങ്കിൽ നാളെ പുലർച്ചെ എത്തും. അപ്പൊ ഈ ഒരു മെസ്സേജ് എനിക്ക് കിട്ടിയപ്പോ ഞാൻ എന്തെന്നില്ലാത്തൊരു സന്തോഷത്തിൽ അങ്ങ് തുള്ളിച്ചാടി. സാധനം കിട്ടി. 10 ദിവസമായി നമ്മള് ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. നമ്മൾ എഡിൻബറയിൽ പോയിട്ട് സർട്ടിഫിക്കറ്റ് വന്നു. ഇത് അവര് നമുക്ക് വേണ്ടി പ്രിന്റ് ചെയ്തതാണ്. ഇത് നമ്മൾ അന്ന് ഫോം കൊടുക്കുമ്പോൾ നമ്മുടെ അഡ്രസ്സും ഈ ഇതൊക്കെ അവര് തന്നെ എഴുതി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അൺബോക്സിംഗ് PPC സർട്ടിഫിക്കറ്റ്. എനിക്കെല്ലാം ഭയങ്കര ഭംഗിയിൽ ചെയ്യണം. എനിക്ക് OCDയുടെ ചെറിയ സ്വഭാവമുണ്ട്. അതുകൊണ്ട് കൈയടിക്കും, എല്ലാരും കൈയടിക്കും. സർട്ടിഫിക്കറ്റ് ദൈവം ഇത് ഭംഗി വെച്ചിട്ട് സർട്ടിഫിക്കറ്റ്. ഇത് നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് വരണ പോലെ ഉണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് അതേ മോഡൽ തന്നെയാണ്. ഇവിടെ എല്ലാ സർട്ടിഫിക്കറ്റും അങ്ങനെ തന്നെയാ വരാൻ തോന്നുന്നു. എല്ലാ ഐറ്റംസും എൻ്റെ ഉണ്ട് ഗൈസ്. അല്ലാതെ ഇപ്പൊ എങ്ങനെയാണ് തുറക്കാം? ഇത് കീറി പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും. അമ്മേ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സർട്ടിഫിക്കറ്റ് വന്നു. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. ഇറ്റ് ഈസ് സർട്ടിഫൈഡ് ദാറ്റ് ദർ ഇസ് നോ അഡ്രസ് ഇൻഫോർമേഷൻ അഗെയിൻസ്റ്റ് ഞാൻ. പാസ്പോർട്ട് നമ്പറും എല്ലാതും വളരെ ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. നമ്മുടെ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത ഡേറ്റ്, നമ്മുടെ ഫോമിലുള്ള ഒട്ടുമിക്ക എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. എന്നാണ് ഇഷ്യൂ ചെയ്തതെന്നും എവിടെ നിന്നാണ് ഇഷ്യൂ ചെയ്തിരുന്നതെന്നും റിക്വസ്റ്റ് എവിടെയാ കൊടുത്തതെന്നും ഒക്കെ. അങ്ങനെ സംഭവം കിട്ടി. അപ്പൊ ഇതിന് ഇങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് പറഞ്ഞ് കൺഫർമേഷൻ തരാനും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റെസ്പോൺസ് തരാനും ഇത് ഫോളോ അപ്പ് ചെയ്യാനും വേണ്ടി നമുക്ക് 2 പേരുണ്ടായിരുന്നു. നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത്. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ PCCന്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന കിരൺ കുമാർ സർ, അതുപോലെ തന്നെ കമ്മീഷണർ ഓഫീസിലെ പ്രകാശ് സർ. അപ്പൊ ഇവർ 2 പേരും നമ്മളെ കുറെ ഹെൽപ്പ് ചെയ്തു. കോണ്ടാക്റ്റും തന്നിരുന്നു, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അത്രയും അവര്
ഹെൽപ്ഫുൾ ആയിരുന്നു നമുക്ക് നമ്മുടെ പ്രോസസ്സ് ശരിയാക്കാൻ വേണ്ടിയിട്ട്. ഞാൻ തന്നെ വണ്ടടിച്ചു പോയി. ഈ പബ്ലിക് ഹോളിഡേ കഴിഞ്ഞ് അടുത്ത കുറച്ച് ദിവസത്തിനുള്ളിൽ മൂന്നാമത്തെ ദിവസം അവിടെ നിന്ന് അയക്കും, മൂന്നാമത്തെ ദിവസം എനിക്ക് ഇവിടെ സർട്ടിഫിക്കറ്റ് കിട്ടുമോ അത് ചെയ്തു. അപ്പൊ അത്രയും ഫാസ്റ്റ് ആയിട്ട് അവർ മാക്സിമം എഫേർട്ട് ഇട്ട് അവർ മാക്സിമം നമ്മളുടെ പ്രോസസ്സ് സ്പീഡ് ചെയ്തു. നമ്മൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ഞാൻ ഇതുവരെ ഇവരെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ ഞാൻ നാട്ടിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ട് ഇവര് രണ്ടുപേരെയും. അപ്പൊ ദൈവം സഹായിച്ച് കാണാൻ പറ്റട്ടെ രണ്ട് സാറുമാരെയും. കാരണം നമ്മൾക്ക് ചിലപ്പോൾ അവർക്ക് ഇതൊരു ജോലിയുടെ ഭാഗമായിരിക്കാം, ബട്ട് നമ്മൾക്ക് അതൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് എന്നൊക്കെ പറയില്ലേ, എനിക്കത് വലിയൊരു കാര്യമാണ്. സോ താങ്ക് യു സോ മച്ച് പ്രകാശ് സർ ആൻഡ് കിരൺകുമാർ സർ. വീണ്ടും എന്റെ ടോട്ടൽ ഡേയ്സ് ഞാൻ അവിടെ സബ്മിഷൻ കഴിഞ്ഞിട്ട് എനിക്ക് 12 ദിവസത്തിനുള്ളിൽ എൻ്റെ ഡോക്യുമെന്റ്സ് കിട്ടി എല്ലാതും. അതായത് PCSന്റെ ഡോക്യുമെന്റ് എനിക്ക് ഇവിടെ വീട്ടില് പോസ്റ്റിൽ വരികയാണ് ചെയ്തത്. അത്രയും ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. കാരണം നമ്മൾ കുറേ ഒരു കാര്യത്തിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ട് അത് സക്സസ്ഫുൾ ആവുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു രസമാണ്. അപ്പോൾ താങ്ക് യു സോ 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 മച്ച് കിരൺകുമാർ സർ, അതുപോലെ തന്നെ പ്രകാശ് സർ. രണ്ടുപേരും എനിക്ക് നെഗറ്റീവ് പറഞ്ഞ ആൾക്കാരൊക്കെ ഒന്നടക്കം ഞാൻ അപ്പൊ തന്നെ മെസ്സേജ് അയച്ചു, എനിക്ക് 3 ദിവസത്തിനുള്ളിൽ സംഭവം ശരിയായി എന്ന് പറഞ്ഞിട്ട്. എല്ലാവരും ഇങ്ങനെ ഓരോ നെഗറ്റീവ് പറയാറുണ്ട്, ഇന്ത്യയിൽ അങ്ങനെയാണ്, കേരളത്തിൽ ഇങ്ങനെയാണ്, അങ്ങനെയാണ്. എൻ്റെ ഇവിടുത്തെ ഫാമിലി അതുപോലെ തന്നെ എൻ്റെ സ്വന്തം നാട്ടിലെ ഫാമിലിയാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുക. കാരണം നമ്മൾ ഇതിന് എത്ര പ്രോസസ്സ്, ഞാൻ എത്രത്തോളം അതിനു വേണ്ടി ടെൻഷൻ അടിച്ചു അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു കാര്യങ്ങളെന്ന് അവർ നേരിട്ട് കണ്ടിട്ടുണ്ട്. നാട്ടിലാണെങ്കിൽ അവർ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ സിറ്റുവേഷൻ എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്നെ അത്രയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഇതൊക്കെ അറിയാത്ത ആൾക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ഇത് നീ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി എനിക്ക് സപ്പോർട്ട് തന്നത് ഇവിടുത്തെ ഫാമിലിയും അതുപോലെ എൻ്റെ സ്വന്തം ഫാമിലിയാണ്. സോ താങ്ക് യു സോ മച്ച്. എൻ്റെ PCSന്റെ ജേർണി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ടെൻഷൻ ഉണ്ടെങ്കിൽ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എൻ്റെ ഇവിടുത്തെ എംപ്ലോയർ എനിക്ക് ലാസ്റ്റ് ഞാൻ PCSന്റെ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്തപ്പോൾ എനിക്ക് തന്ന മെസ്സേജ് ആണ്, ടെൻഷൻ ആയിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം, പക്ഷെ എന്നെ കൊണ്ട് മാക്സിമം പറ്റുന്നത്ര ഞാൻ ഈ ജോബ് നിനക്ക് ഹോൾഡ് ചെയ്തു. ബിക്കോസ് അത്രയും ജെനുവിൻ ആയിരുന്നു, കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു. നമ്മൾക്ക് ഒരു എഫേർട്ട് ഇടാൻ ആഗ്രഹമുണ്ട്, ഒരു മനസ്സുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും അല്ലെങ്കിൽ നമുക്കൊരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാരുടെ രൂപത്തിലോ അല്ലെങ്കിൽ ചിലപ്പോൾ ദൈവം തന്നെ നമ്മളെ സഹായിക്കും. അതിന് നമുക്കൊരു നല്ല മനസ്സും മറ്റുള്ളവരെ ദ്രോഹിക്കാതിരിക്കുകയും നമ്മൾ അതിനു വേണ്ടി എഫേർട്ട് ഇടും മാത്രം ചെയ്താൽ മതി. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ജോബ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് എംപ്ലോയറുടെ അടുത്ത് നിന്ന് ഒരു മെസ്സേജ് വന്നപ്പോൾ ഐ വാസ് സോ 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 ഹാപ്പി, ഫീൽ ലൈക്ക് ഭയങ്കര ബ്ലെസ്ഡ്. സോ എൻ്റെ ഈ ജേർണി ഇങ്ങനെയൊക്കെ ആയിരുന്നു. ആൻഡ് ആ ഒരു സ്വപ്ന സാമ്രാജ്യ സ്ഥലത്തേക്ക് എനിക്ക് പിറ്റേ ദിവസം തന്നെ എനിക്ക് അതിന്റെ പ്രൊസീജിയർ ഒക്കെ ചെയ്ത് ഞാൻ ഓഫർ ലെറ്റർ അടക്കം എൻ്റെ ജോബ് ലെറ്ററും കൺഫർമേഷനും യൂണിഫോമും എനിക്ക് കിട്ടി. സോ എൻ്റെ ഈ ജേർണിയിൽ കൂടെ നിന്ന് എല്ലാവർക്കും, എബിൻ ചേട്ടൻ, അതുപോലെ മാഞ്ചസ്റ്റർ ഓഫീസിൽ പോയപ്പോഴാണ് ഞാൻ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചത്. അപ്പം മാഞ്ചസ്റ്റർ ഓഫീസിലുള്ളവർക്കും അതുപോലെ തന്നെ എഡിൻബറ ഓഫീസിലുള്ള ബിബി ചേട്ടൻ, നിധി മാം, അതുപോലെ എൻ്റെ ഇവിടുത്തെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മളിങ്ങനെ പ്രിന്റ് എടുക്കാൻ എപ്പോഴും യൂണിയിലേക്ക് പോകാനോ അല്ലെങ്കിൽ കടകൾക്ക് പോകാനൊന്നും പറ്റില്ല. അപ്പൊ അങ്ങനെ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, എൻ്റെ കൂടെ വന്നിട്ടുണ്ട് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി, ഡോക്യുമെന്റ് ഒക്കെ നോക്കാനും അതുപോലെ തന്നെ അപ്ലിക്കേഷൻ ചെയ്യാനും വേണ്ടി എന്നെ സഹായിച്ച കുറച്ച് പേരുണ്ട്. എൻ്റെ ഇവിടുത്തെ കുറച്ച് ടീംസ്, കുറച്ച് ഫ്രണ്ട്സ്, എല്ലാവർക്കും, അതുപോലെ തന്നെ PCSന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കിരൺകുമാർ സർ, പ്രകാശ് സർ, അതുപോലെ തന്നെ എൻ്റെ എംപ്ലോയർ ലോറ, ആള് മാക്സിമം ഇവിടെ എൻ്റെ ജോബ് മാക്സിമം ആളിത് ഹോൾഡ് ചെയ്തു എനിക്ക് വേണ്ടി. സോ താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ എനിക്ക് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പറയാനുള്ളത്, ഇപ്പൊ PCSന്റെ കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങൾ, VFS ഓഫീസിൽ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്ന റീസെന്റ് ആയിട്ട് PCSന്റെ അപ്ലിക്കേഷൻ ഒക്കെ ചെയ്ത് നീതു ചേച്ചി അതുപോലെ തന്നെ അഖിൽ, രണ്ടുപേർക്കും താങ്ക് യു സോ മച്ച്. കാരണം എനിക്കറിയില്ലല്ലോ, നമ്മുടെ പ്രോസസ്സ് കഴിഞ്ഞ് പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് അധികം കാര്യങ്ങൾ നോക്കില്ല, നമുക്ക് പിന്നെ അടുത്ത ഒരു കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സോ അങ്ങനെ എനിക്ക് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് തരുന്നത് ഇവരാണ്. സോ താങ്ക് യു സോ മച്ച്. എൻ്റെ ഈ ജേർണിയിൽ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും, ഞാൻ പറഞ്ഞിട്ടുള്ളത് പോലെ ഓരോരുത്തരും ഓരോ രീതിയിലാണല്ലോ നമുക്ക് തരുന്ന സപ്പോർട്ട്, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് അതിന് അളവുകോൽ വെക്കാൻ പറ്റില്ല. സോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്, അതുപോലെ തന്നെ ഞാൻ ഓർക്കുന്നുണ്ട്, ഒത്തിരി സ്നേഹം എല്ലാവരോടും. പറ്റുമെങ്കിൽ
വീണ്ടും നമുക്ക് നേരിട്ട് കാണാൻ പറ്റട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ കാണുന്നതിന്റെ ഒപ്പം നിങ്ങളും കൂടെ അവരെ മീറ്റ് ചെയ്യും കേട്ടോ, അവർക്കും കൂടെ ഓക്കെ ആണെങ്കിൽ. ഓക്കെ, അപ്പോൾ ഏതാണ് ജോബ് എന്നുള്ളതായിരിക്കും അടുത്തത് നിങ്ങൾ ആലോചിച്ചിട്ടിരിക്കുന്ന കാര്യം. പക്ഷെ അതിന് മുന്നേ ഞാനൊരു കാര്യം പറയട്ടെ. നമുക്ക് ഈ അപ്ലിക്കേഷൻ എടുത്തിട്ട് നമുക്ക് പോകാൻ പറ്റില്ല സബ്മിഷൻ ഡേറ്റിന് എന്നുണ്ടെങ്കിൽ ക്യാൻസൽ മൈ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഓൾറെഡി മെയിൽ വരും. ഇല്ലെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ചെയ്യാൻ മറക്കരുത്. എൻ്റെ എംപ്ലോയർ പറഞ്ഞിട്ടുള്ളത് പോലെ മറ്റൊരാളുടെ ഓപ്പർച്യൂണിറ്റി നമ്മളായിട്ട് കളയരുത്. അപ്പോൾ ക്യാൻസൽ മൈ അപ്പോയിന്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾ യൂസ് ചെയ്യാം. നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ നിങ്ങൾ സബ്മിറ്റ് ചെയ്യാൻ പോകുന്ന സ്ഥലത്തെ ഫോം തന്നെയല്ലേ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് എന്ന് ഡബിൾ ചെക്ക് ചെയ്യുക. ഫോമിന്റെ ഹെഡ് നോക്കണം. പിന്നെ നിങ്ങൾ എഡിൻബ്ര പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ള സ്റ്റേ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ലഗേജ് വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന എനിക്കറിയാവുന്ന ഒരു സ്ഥലം ഇതാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. അപ്പം ചെക്ക് ലിസ്റ്റ് ഒക്കെ ഡബിൾ ചെക്ക് ചെയ്ത് ഓൺലൈനിൽ നമുക്ക് കാണുന്ന പാസ്പോർട്ട് സേവാ കമ്മീഷന്റെ പേജിൽ നമുക്കൊരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. അതുപോലെ പ്രോസസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഡബിൾ ചെക്ക് ചെയ്ത് നമ്മളുടെ കാര്യങ്ങളൊക്കെ ഓക്കെ അല്ലേ എന്ന് നോക്കിയിട്ട് പ്രോസസ്സിന് പോവാ. നമ്മളുടെ ഭാഗത്തെല്ലാം ശരിയാണ് എന്നുണ്ടെങ്കിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഓഫീസേഴ്സ് ആണെങ്കിലും തിരക്കിനിടയിൽ അവരും ഉണ്ടാവും. സോ ഇതൊക്കെയാണ് PCSന്റെ കാര്യങ്ങളെ പറ്റി എനിക്ക് പറയാനുള്ളത്. ആൻഡ് ആ ഒരു ക്യൂരിയോസിറ്റി ഞാൻ ഇനി വെക്കുന്നില്ല. ഞാൻ കയറി ചെന്ന എൻ്റെ ഡ്രീം ജോബ് എന്ന് പറയുന്നത് ഇതാണ്. ഇറ്റ്സ് NHS. ഇവിടുത്തെ ഹെൽത്ത് പ്രൊവൈഡേഴ്സ് ആണ് യു കെയില് അത് ഭയങ്കര ഫേമസ് ആണ്. അല്ലാതെയും ഇവിടുത്തെ ഹെൽത്ത് സർവീസ് വേൾഡ് വൈഡ് അറിയപ്പെടുന്ന ഒരു ഹെൽത്ത് പ്രൊവൈഡേഴ്സ് ആണ് NHS, നാഷണൽ ഹെൽത്ത് സർവീസ്. അപ്പൊ ഇവിടേക്കാണ് ഞാനിവിടെ വന്നപ്പോ തൊട്ട്, അതായത് ഞാൻ UK പഠിക്കാൻ വന്നപ്പോ തൊട്ട് ഞാൻ പലരുടെ അടുത്തുനിന്നും കേൾക്കുന്നതാണ് NHS എന്ന് പറയുന്നത്. പക്ഷെ പിന്നീട് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ നോക്കിയപ്പോഴും ഞാൻ റിസർച്ച് ചെയ്തപ്പോഴും അതുപോലെ നമുക്ക് പഠിക്കാനും ഉണ്ടായിരുന്നു ഒരു അസൈൻമെന്റിന്റെ ഭാഗമായിട്ട്. അപ്പൊ നോക്കിയപ്പോഴാണ് NHS എന്ന് പറയുന്നത് ഇത്ര വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സ്ഥലമാണെന്ന്, അല്ലെങ്കിൽ അത്രയും സർവീസസ് അവർ അത്രയും ചെയ്യുന്നുണ്ട് എന്നൊക്കെ NHSനെ പറ്റി കൂടുതൽ അറിഞ്ഞത് അപ്പോഴാണ്. സോ അന്ന് തൊട്ട് എൻ്റെ മൈൻഡിൽ ഉള്ള ഒരാഗ്രഹത്തില് ഉണ്ട് NHS എപ്പോഴും. അങ്ങനെ കുറെ ആഗ്രഹങ്ങൾ എനിക്കുണ്ട് അവിടെ. അന്ന് തൊട്ട് എൻ്റെ മൈൻഡിൽ ഞാൻ കുറിച്ചിട്ട ഒരു ആഗ്രഹത്തിൽ ഒന്നാണ് NHSൽ എന്ന് കയറി പറ്റാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ കുറേ പേർക്ക് അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ആഗ്രഹം ഉണ്ടാവുമായിരിക്കും ഇവിടെ എത്തിപ്പെടാൻ പറ്റുമെങ്കിൽ. എനിക്ക് വന്ന മെസ്സേജസിലൊക്കെ കുറെ പേര് പറഞ്ഞിട്ടുണ്ട്, നമ്മള് വന്നപ്പോ തൊട്ട് അല്ലെങ്കിൽ ഒരു 6-7 മാസമായി ഇതിനു വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു, പക്ഷെ നമുക്ക് ഇതുവരെ ഒരു ഇന്റർവ്യൂ പോലും സോർട്ട് ആയിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞ്. സോ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഏതോ ഒരു ഭാഗ്യത്തിലാണ് എനിക്കിത് കിട്ടിയത്. കാരണം ഞാൻ ഇതിനു വേണ്ടിയിട്ട് ഇരിക്കുകയോ അല്ലെങ്കിൽ കാഷ്വൽ ആയിട്ട് ചെയ്തതൊന്നുമല്ല. ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ കുറെ നാള് വീട്ടിൽ തന്നെ ഇരുന്നു, പുറത്ത് കിടക്കാൻ പോവാതെ. ഞാൻ മെന്റലി ഇച്ചിരി ഡൗൺ ആയിരുന്നു. അങ്ങനെ ഒരു ഇൻസിഡന്റ്, അങ്ങനെ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായപ്പോൾ ഞാൻ ജോലിക്കും പോകാൻ പറ്റാതെയായി. അങ്ങനെ ഞാൻ വീട്ടിലിരുന്നപ്പോൾ ജസ്റ്റ് NHSന്റെ വെബ്സൈറ്റിൽ ഇങ്ങനെ നമ്മുടെ CV കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്ത് പ്രതീക്ഷയൊന്നുമില്ല, അപ്ലിക്കേഷൻ ഇങ്ങനെ ചെയ്ത് ആ ദിവസങ്ങളിൽ ഇങ്ങനെ ചെയ്തു പോയി. അങ്ങനെ കുറെ 3-4 മാസങ്ങൾക്ക് ശേഷമാണെന്ന് തോന്നുന്നു എനിക്കൊരു ഇന്റർവ്യൂ കോൾ വന്നത്. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടാണ് ഓഫർ ലെറ്റർ വന്നത്. ആ ഓഫർ ലെറ്റർ വന്നപ്പോഴാണ് ഈ PCSന്റെ യാത്ര തുടങ്ങിയത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഈ PCSയുടെ എൻ്റെ പ്രയാണം. അപ്പോൾ എനിക്കിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ അറിയാൻ ഭയങ്കര കൗതുകമുണ്ട്. അതുകൊണ്ടാണ് ഇതിന്റെ ഫോളോ ഞാൻ ചെയ്യുന്നത്. PCSന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തൊക്കെയാണ് അപ്ഡേറ്റ് എന്നുള്ളത്. നിങ്ങളുടെ ജേർണി എങ്ങനെയായിരുന്നു അല്ലെങ്കിൽ എന്തൊക്കെയായിരുന്നു എന്ന് എനിക്കറിയാൻ കൗതുകമുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജേർണി അല്ലെങ്കിൽ നിങ്ങളുടെ PCSന്റെ എക്സ്പീരിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് കമന്റ് ബോക്സിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ കൗതുകമുണ്ട് അത് അറിയാൻ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് കൈൻഡ്നെസ്. അങ്ങനെ നിങ്ങൾക്കും NHSൽ കയറി പറ്റാൻ പറ്റും. കാരണം ഞാൻ ഒരു പ്രതീക്ഷയില്ലാണ്ട് എനിക്ക് NHSൽ എത്തിപ്പെടാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും തീർച്ചയായിട്ടും പറ്റും. സോ എല്ലാവർക്കും ഒരു ഓൾ ദി ബെസ്റ്റ്. ആദ്യമേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനലിലുള്ള സബ്ജക്ട്സിൽ ഏതെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസും ഈ കണ്ടന്റ്സ് ഒക്കെ ഷെയർ ചെയ്യാൻ മറക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, അതുപോലെ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ എക്സ്പീരിയൻസും നിങ്ങളുടെ സജഷൻസും കമന്റ്സ് ഒക്കെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ ഞാൻ കമന്റ് ബോക്സ് നോക്കിയിരിക്കുന്നുണ്ടായിരിക്കും. സോ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമ്പോഴേക്കും ബൈ ബൈ.